നമസ്കാരം. അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഉത്തരാഖണ്ഡിലെ ഹാൽഡ്വാണി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബാൻഫുൽപുര എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വരുന്നത്. അവിടെയുള്ള മറിയം മസ്ജിദും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സക്കരിയ മദ്രസയും ഒരു രാത്രിയിൽ അപ്രതീക്ഷിതമായിക്കൊണ്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ പോലീസും അനുബന്ധ സംവിധാനങ്ങളും ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ച് നിരത്തി തകർത്തിരിക്കുന്നു. സമീപത്തുള്ള ജനങ്ങൾ വന്ന് പ്രതിഷേധിച്ചപ്പോഴത്തേക്കും ആ ജനക്കൂട്ടത്തിന് നേരെ ഏകപക്ഷീയമായി പോലീസ് വെടിവെക്കുകയും അതിൻ്റെ പേരിൽ 5 പേർ ഇതേവരെ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. മുത്തച്ഛന് പാല് വാങ്ങാൻ പോയ ഒരു 15 വയസ്സായ കുട്ടിയാണ് മരണപ്പെട്ടവരിൽ ഒരാൾ. അങ്ങനെ 5 പേർക്കാണ് ജീവഹാനി സംഭവിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് പറയുന്നത് അനധികൃതമായി നസൂൽ ലാൻഡ് അഥവാ പുറമ്പോക്ക് ഭൂമിയിൽ, സർക്കാരിൻ്റെ രേഖയിൽപ്പെടാത്ത പുറമ്പോക്ക് ഭൂമിയിൽ പള്ളി നിർമ്മിച്ചതുകൊണ്ടാണ്, മദ്രസ നിർമ്മിച്ചതുകൊണ്ടാണ് ഇത് പൊളിക്കേണ്ടി വന്നതെന്നും സർക്കാരിൻ്റെ നടപടി നിയമപരമാണ് എന്നാണ് ജില്ലാ ഭരണകൂടവും ഇതിന് നേതൃത്വം നൽകിയ പങ്കജ് ഉപാധ്യായയും പറയുന്നത്. എന്നാൽ ജനുവരി മാസം 31-ന് പള്ളി നടത്തിപ്പുകാരായ അബ്ദുൽ മാലിക്കിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഫിയ മാലിക്കിനുമൊക്കെ നോട്ടീസ് ലഭിച്ച് ഫെബ്രുവരി മാസം 6-ാം തീയതി അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും 8-ാം തീയതി ഈ കേസ് പരിഗണിച്ച ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ഫെബ്രുവരി 14-ാം തീയതി കേസ് പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെക്കുകയും കക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു. എന്നാൽ ഫെബ്രുവരി 14 വരെ കാത്തിരിക്കാതെയാണ് ഉത്തരാഖണ്ഡിലെ പോലീസും ജില്ലാ ഭരണകൂടവും ഏകപക്ഷീയമായിക്കൊണ്ട് ബുൾഡോസർ കൊണ്ടുവന്ന് ആ പള്ളിയും മദ്രസയും ഇടിച്ച് നിരത്തിയത്. ഒരു പ്രദേശത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ 2002 മുതൽ ഏതാണ്ട് 22 വർഷമായി നമസ്കരിക്കുന്ന പള്ളിയും അതിനോടനുബന്ധിച്ചുള്ള മദ്രസയുമാണ് ഒറ്റ രാത്രി കൊണ്ട് പ്രത്യേകിച്ച് നോട്ടീസോ നിയമപരമായ നടപടിക്രമങ്ങളോ പാലിക്കാതെ പൊളിച്ചു കളഞ്ഞത്. എന്നാൽ ഈ ഭൂമി 1937-ൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് മുഹമ്മദ് യാസീൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പിസിന് കൊടുത്തതായിരുന്നു. മുഹമ്മദ് യാസീൻ ഈ ഭൂമി അക്താരി ബീഗത്തിനും മുഹമ്മദ് റാസ ഖാനും കൈമാറുകയുണ്ടായി. പിന്നീട് അവരായിരുന്നു ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈവശം വെച്ചിരുന്നത്. 1994-ൽ അക്താരി ബീഗം ഈ ഭൂമി അബ്ദുൽ ഹമീദ് ഖാൻ എന്ന വ്യക്തിക്ക് മസ്ജിദ് നിർമ്മാണത്തിന് വേണ്ടി സൗജന്യമായി കൈമാറി. ഈ അബ്ദുൽ ഹമീദ് ഖാൻ എന്ന് പറയുന്നത് ഇപ്പോൾ പള്ളി നടത്തിപ്പിന് ചുമതലപ്പെട്ട അബ്ദുൽ മാലിക്കിൻ്റെ പിതാവാണ്. അങ്ങനെയാണ് 1994-ന് ശേഷം അബ്ദുൽ മാലിക്കിൻ്റെ പിതാവിൻ്റെ കൈവശം ഈ ഭൂമി വന്നു ചേരുന്നത്. 2006-ൽ അബ്ദുൽ ഹമീദ് ഖാൻ ഈ ഭൂമി സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാനുള്ള അവകാശം ചോദിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിന്, നൈനിറ്റാൾ ജില്ലാ ഭരണകൂടത്തിന് അപേക്ഷ കൊടുക്കുന്നു. എന്നാൽ 2008 വരെ ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം ഒരു തരത്തിലുള്ള നടപടിയും എടുക്കാതിരുന്നതിനെ തുടർന്ന് അബ്ദുൽ ഹമീദ് ഖാൻ ഇന്നത്തെ ഉത്തർപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അടിയന്തരമായി ഈ വിഷയത്തിൽ ജില്ലാ ഭരണകൂടം തീരുമാനമെടുക്കണമെന്ന് ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ ജില്ലാ ഭരണകൂടം ഈ ഉത്തരവിനെ ഒരു തരത്തിലും മാനിക്കാതെ ഇത് സംബന്ധിച്ച് അന്തിമ ഉത്തരവ് നൽകാതെ പ്രശ്നം നീട്ടിക്കൊണ്ടുപോയി. ഇതിനിടയിൽ ലീസ് പുതുക്കി കൊടുക്കാനുള്ള അപേക്ഷ ഒരു തരത്തിലും പരിഗണിക്കുകയും ഉണ്ടായില്ല. 2007 വരെ തുടർച്ചയായി ലീസ് പുതുക്കിയിരുന്നുവെങ്കിൽ 2007-ന് ശേഷം ലീസ് പുതുക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ജില്ലാ ഭരണകൂടം നിഷേധിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങൾ അവിടെ നിന്ന് പൊളിച്ചു നീക്കുക എന്നുള്ള ഒരു നീക്കവുമായിട്ടാണ് BJPയുടെ ഭരണകൂടവും പ്രാദേശിക ജില്ലാ ഭരണകൂടവും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ ജനുവരി 31-ന് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഉടനെ ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പൊളിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിലവിലുള്ള നസൂൽ പോളിസി 2021 എന്ന് പറയുന്നത് 1972-ലെ ഉത്തർപ്രദേശ് പബ്ലിക് പ്രമിസസ് എവിക്ഷൻ ഓഫ് അൺഓതറൈസ്ഡ് ഓക്യുപ്പൈഡ് ലാൻഡ് 1972 എന്ന് പറയുന്ന നിയമത്തെ പിൻപറ്റിക്കൊണ്ടാണ്. ഈ നിയമത്തിൽ ഉത്തർപ്രദേശിലെ 1972-ലെ എവിക്ഷൻ ഓഫ് ദി അൺഓതറൈസ്ഡ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടീസ് ആക്ടിലെ ഈ 4-ാം വകുപ്പിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇഷ്യൂ ഓഫ് നോട്ടീസ് ടു ഷോ കോസ് എഗൻസ്റ്റ് ഓർഡർ ഓഫ് എവിക്ഷൻ. B. Require all persons concerned, that is to say all persons who may be in occupation of or claim interest in the public premises to show cause, if any, against the proposed order on or before such date as is specific in the notice, being a date not earlier than 10 days from the date of issue of thereof. 10 ദിവസം സമയം കൊടുത്തുകൊണ്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് മാത്രമേ പൊളിക്കാൻ പാടുള്ളൂ എന്ന് 1972-ലെ ഉത്തർപ്രദേശ് പബ്ലിക് പ്രമിസസ് എവിക്ഷൻ ഓഫ് അൺഓതറൈസ്ഡ് ഓക്യുപ്പൻസ് ആക്ട് 1972-ലെ ക്ലോസ് 4 പ്രകാരം വളരെ വ്യക്തമായി 10 ദിവസത്തെ ഡേറ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ ഇവർക്ക് കൊടുത്ത നോട്ടീസ്, ഈ നോട്ടീസ് പ്രകാരം
10 ദിവസത്തെ സമയം കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഹൈക്കോടതിയുടെ കേസ് പരിഗണിക്കുന്ന ദിവസം വരെ പോലും കാത്തിരിക്കാതെ ആ മദ്രസയുടെ നിന്ന് ഏകപക്ഷീയമായി പൊളിച്ചു നീക്കുകയായിരുന്നു. അപ്പോൾ നിയമത്തിൻ്റെ പിൻബലമില്ലാതെ ഹൈക്കോടതി ഒരു കേസ് പരിഗണിച്ചു കൊണ്ടിരിക്കെ 22 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മദ്രസയും പള്ളിയും അവിടെ നിന്ന് പൊളിച്ചു നീക്കാൻ ഹൈക്കോടതിയുടെ വിധിക്ക് പോലും കാത്തു നിൽക്കാതെ, അടിസ്ഥാന നിയമത്തിൽ പറയുന്ന സമയം പോലും നൽകാതെ നിയമവിരുദ്ധമായി പൊളിച്ചു നീക്കിയപ്പോഴാണ് ആ പ്രദേശത്തുള്ള ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. നിയമവിരുദ്ധമായി കോടതിയെ മാനിക്കാതെ, നിലവിലുള്ള സർക്കാരിൻ്റെ നിയമങ്ങളെ മാനിക്കാതെ വർഗീയത തലക്ക് പിടിച്ച ഒരു പറ്റം ബജറംഗ് ദളിനെയും സംഘപരിവാറിൻ്റെയും ഉപദേശം കേട്ടുകൊണ്ട് ജില്ലാ ഭരണകൂടം നിയമവിരുദ്ധമായി പ്രവർത്തിച്ചപ്പോഴാണ് അവിടെയുള്ള ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നതും ആ പ്രതിഷേധിച്ച ജനങ്ങളെ അവിടുത്തെ പോലീസ് ഏകപക്ഷീയമായി വെടിവെച്ച് കൊല്ലുന്നതും. ഇത് ഈ രാജ്യത്ത് മതേതര സംവിധാനത്തിന് തന്നെ തകർച്ച നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ഒരു 5 സെൻറ്റ് ചുരുങ്ങിയ ഭൂമിയിലെ ഒരു പള്ളി തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അബുദാബിയിൽ 25 ഏക്കറിൽ പുതിയൊരു ക്ഷേത്രം നിർമ്മിക്കാൻ അനുവാദം കൊടുത്തുകൊണ്ട് അവിടെയുള്ള മുസ്ലിം ഭരണകൂടം മതേതര ചിന്താഗതിയിലേക്ക് മാറുന്ന സമയത്ത്, സൗദി അറേബ്യയിലെ തീവ്ര ഇസ്ലാമിക ചുറ്റുപാടിൽ ഭരണം നടത്തിയിരുന്ന ഭരണകൂടം പോലും കൂടുതൽ മതേതര ചിന്താഗതികളിലേക്ക് മാറുന്ന സമയത്ത് ഇന്ത്യയിലെ ഭരണകൂടം ബജ്റംഗ് ദളിൻ്റെയും സംഘപരിവാറിൻ്റെയും RSSൻ്റെയും ഉപദേശം കേട്ടുകൊണ്ട് പള്ളികൾ, അതായത് കൊച്ചു തുണ്ട് ഭൂമിയിൽ പ്രവർത്തിക്കുന്ന പള്ളികൾ പോലും തെരഞ്ഞു പിടിച്ചുകൊണ്ട് തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ രാജ്യത്തെ ഇവർ എങ്ങോട്ടാണ് സംഘപരിവാർ നയിക്കുന്നതെന്ന് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന രൂപത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ രാജ്യത്തെ എല്ലാ ജാതി മതവിഭാഗങ്ങളും, എല്ലാ തരത്തിലുള്ള ജനവിഭാഗങ്ങളും ഇതിനെതിരെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. കഴിഞ്ഞ വർഷം ഇതേ പ്രദേശത്ത്, നൈനിറ്റാൾ ജില്ലയിൽ തന്നെ ഇതേ പ്രദേശത്ത് സർണാകോതി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളിയിലെ ഇമാമിനെ ആക്രമിച്ചതും, അതേപോലെ ഒരു വീട്ടിൽ താഴത്തെ നിലയിൽ വെച്ച് തറാവീഹ് നമസ്കരിച്ചപ്പോൾ അത് ഒരു പള്ളിയാക്കി മാറ്റിയെന്ന് ആരോപിച്ചുകൊണ്ട്, സാധാരണ എല്ലാ സ്ഥലത്തും റംസാൻ മാസത്തിൽ സ്ഥലമില്ലെങ്കിൽ മൈതാനങ്ങളിൽ വെച്ചോ ആളുകളുടെ വീടുകളിൽ വെച്ചോ ഒക്കെ തന്നെ ഇത്തരം നമസ്കാരം നടക്കാറുണ്ട്. ഈ ഉത്തരാഖണ്ഡിൽ തറാവീഹ് നമസ്കാരം നടന്നപ്പോൾ അതിൻ്റെ പേരിൽ ആ വീട് തന്നെ ആക്രമിച്ച ഒരു സംഭവവും ഉണ്ടായി. അങ്ങനെ മതവർഗീയത എല്ലാ തലത്തിലും പ്രചരിപ്പിച്ചുകൊണ്ട്, വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ പ്രതികരിക്കണം. ഈ വൃത്തികെട്ട ഭരണകൂടം തരംതാണ രീതിയിൽ രാജ്യത്ത് ഭരണം നടത്തുമ്പോൾ, നിയമത്തെയും നീതിന്യായ വ്യവസ്ഥയെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കാര്യങ്ങൾ നടത്തുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാനെങ്കിലും എല്ലാവരും തയ്യാറാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.